ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നവയും രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്തതുമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നവയും രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്തതുമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയതും മൂലകം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതുമായ ശാസ്ത്രജ്ഞനാരാണ്? റോബർട്ട് ബോയിൽ. മൂലകം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതും അതുപോലെ മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയതും റോബർട്ട് ബോയിൽ എന്ന ശാസ്ത്രജ്ഞനാണ്. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞനാരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചതാരാണ്? JW ഡൊബറൈനർ. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് JW ഡൊബറൈനർ ആണ്. അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ്. അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആണ്. പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനം ഏതാണ്? IUPAC. പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനമാണ് IUPAC. ഇതിൻ്റെ പൂർണ്ണരൂപം ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ്. IUPACയുടെ ആസ്ഥാനം എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ് IUPACയുടെ ആസ്ഥാനം. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ദിമിത്രി മെൻഡലിയേവ്. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലിയേവ് ആണ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി. ആവർത്തന പട്ടികയുടെ പിതാവെന്ന് മാത്രം ചോദിച്ചാൽ ദിമിത്രി മെൻഡലിയേവ് ആണ് ഉത്തരം. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഹെൻറി മോസ്ലി ആണ്. മെൻഡലിയേവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. അപ്പോൾ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ആരുടെ ആവർത്തന പട്ടികയിലാണ്? മെൻഡലിയേവിൻ്റെ ആവർത്തന പട്ടികയിലാണ്. ഹെൻറി മോസ്ലിയുടെ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ്. അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിൽ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചത് ഹെൻറി മോസ്ലിയാണ്. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 118. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം 118 ആണ്. സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 92. ഇതിൽ സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം 92 ആണ്. 92ാമത്തെ മൂലകം ഏതാണ്? യുറേനിയം. പ്രകൃതിദത്തമായി കാണുന്ന ഭാരം കൂടിയ മൂലകം ഏതാണ്? യുറേനിയം. പ്രകൃതിദത്തമായി കാണുന്ന ഭാരം കൂടിയ മൂലകം യുറേനിയമാണ്. അറ്റോമിക നമ്പർ 92ന് മുകളിൽ വരുന്നതും കൃത്രിമമായി നിർമ്മിച്ചതുമായ മൂലകങ്ങളാണ് സിന്തറ്റിക് മൂലകങ്ങൾ അഥവാ ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. അറ്റോമിക് നമ്പർ 92ന് മുകളിൽ വരുന്നതും കൃത്രിമമായി നിർമ്മിച്ചതുമായ മൂലകങ്ങളാണ് സിന്തറ്റിക് മൂലകങ്ങൾ അഥവാ ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം ഏതാണ്? ഒഗാനസോൺ. അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം ഒഗാനസോൺ ആണ്. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ടെക്നീഷ്യം. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ്. ആവർത്തന പട്ടികയിൽ സമാന്തരമായി കാണുന്ന കോളങ്ങളാണ് പീരിയഡുകൾ. ആവർത്തന പട്ടികയിൽ സമാന്തരമായി കാണുന്ന കോളങ്ങളാണ് പീരിയഡുകൾ. ആവർത്തന പട്ടികയിലെ കുത്തനെ ഉള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ. ആവർത്തന പട്ടികയിലെ കുത്തനെ ഉള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രൂപ്പുകൾ എന്നാണ്. ആവർത്തന പട്ടികയിലെ ആകെ പീരിയഡുകളുടെ എണ്ണം എത്രയാണ്? 7. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. ആവർത്തന പട്ടികയിലെ ആകെ പീരിയഡുകളുടെ എണ്ണം 7ഉം ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. ആവർത്തന പട്ടികയിലെ 1, 2, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ആവർത്തന പട്ടികയിലെ 1ാം ഗ്രൂപ്പ്, 2ാം ഗ്രൂപ്പ്, പിന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുമാണ്. 1ഉം 2ഉം ഗ്രൂപ്പ് മൂലകങ്ങളാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്ന പേരിലാണ്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. അവ ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, സീസിയം, റുബീഡിയം, ഫ്രാൻസിയം എന്നിവയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന പേരിലാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന പേരിലാണ്. അവ ഏതൊക്കെയാണ്? ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, ബേരിയം, റേഡിയം എന്നിവയാണ്. പി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ്. 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ സംക്രമണ മൂലകങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങളാണ്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലാൻഡനോയിഡും ആക്ടിനോയിഡുകളുമാണ്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡും ആക്ടിനോയിഡുകളുമാണ്. റയർ എർത്ത്സ് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ്. റയർ എർത്ത്സ് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ്. ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ അറിയപ്പെടുന്നത് നിഷ്ക്രിയ വാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ എന്ന പേരിലാണ്. ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ അറിയപ്പെടുന്നത് നിഷ്ക്രിയ വാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ എന്ന പേരിലാണ്. ചാൽക്കോജനുകൾ, ഓക്സിജൻ കുടുംബം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ചാൽക്കോജനുകൾ, ഓക്സിജൻ കുടുംബം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങളാണ്. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങളാണ്. ഏറ്റവും ഭാരം കുറഞ്ഞതും ഏറ്റവും ലഘുവായതുമായ ലോഹം ഏതാണ്? ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞതും ലഘുവായതുമായ ലോഹം ലിഥിയമാണ്. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിഥിയമാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യവും. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ സോഡിയവും പൊട്ടാസ്യവുമാണ്. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യവും. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ സോഡിയവും പൊട്ടാസ്യവുമാണ്. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ്? സോഡിയം, പൊട്ടാസ്യം. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം എന്നിവ. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം ഏതാണ്? സോഡിയം. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം സോഡിയമാണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയമാണ്. ആർത്രൈറ്റിസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ട ലോഹം ഏതാണ്? പൊട്ടാസ്യം. ആർത്രൈറ്റിസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോഹം പൊട്ടാസ്യമാണ്. ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ഏതാണ്? ഫ്രാൻസിയം. ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ഫ്രാൻസിയമാണ്. ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകം ഏതാണ്? സീസിയം. ഇതമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകമാണ് ഫ്രാൻസിയം, എന്നാൽ ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകമാണ് സീസിയം. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകങ്ങൾ ഫ്രാൻസിയവും സീസിയവുമാണ്. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സീസിയം. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീസിയമാണ്. അടുത്തത് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഫ്ലൂറിനുമായി ബന്ധപ്പെട്ട രോഗമാണ് ഫ്ലൂറോസിസ്. സിലിക്കണുമായി ബന്ധപ്പെട്ട രോഗം സിലിക്കോസിസ് ആണ്. മെർക്കുറി
മായി ബന്ധപ്പെട്ട രോഗമാണ് മീനാമാത. ലെഡുമായി ബന്ധപ്പെട്ട രോഗം പ്ലംബിസമാണ്. കാഡ്മിയവുമായി ബന്ധപ്പെട്ട രോഗമാണ് ഇതായി. ചെമ്പ് അഥവാ കോപ്പറുമായി ബന്ധപ്പെട്ട രോഗമാണ് വിൽസൺസ് രോഗം. പൊട്ടാസ്യവുമായി ബന്ധപ്പെട്ടത് ഹൈപ്പോകലേമിയ. ആഴ്സനിക്കുമായി ബന്ധപ്പെട്ട രോഗമാണ് ബ്ലാക്ക് ഫുട്ട് രോഗം. അലുമിനിയവുമായി ബന്ധപ്പെട്ട രോഗമാണ് അൾഷിമേഴ്സ്. നൈട്രേറ്റുമായി ബന്ധപ്പെട്ട രോഗമാണ് ബ്ലൂ ബേബി സിൻഡ്രോം. ഇനി ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകങ്ങളും അതുപോലെ അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകങ്ങളും നോക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. എന്നാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം നൈട്രജനുമാണ്. അന്തരീക്ഷ വായുവിൽ 78% നൈട്രജൻ. ഭൂവൽക്കത്തിൽ ഓക്സിജന്റെ ശതമാനം 46.6%. പിന്നെ ഭൂവൽക്കത്തിൽ സിലിക്കൺ 27.7%. രണ്ടാം സ്ഥാനം സിലിക്കൺ ആണ്, 27.7%. അലുമിനിയം 8.3%. അയൺ 5.1%. കാൽസ്യം 3.6%. അന്തരീക്ഷ വായുവിൽ അതുപോലെ നൈട്രജൻ 78% ഏറ്റവും കൂടുതൽ. രണ്ടാമത് ഓക്സിജനാണ് 21%. ആർഗൺ 0.9%. ബാക്കി എല്ലാ മൂലകങ്ങളും ചേർന്ന് 1% ഉള്ളൂ. അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ 78%, ഓക്സിജൻ 21%. ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പുകൾക്ക് നൽകിയിരിക്കുന്ന പേരുകളും ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്നും കൂടി പഠിക്കാം. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്ന പേരിലാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നിവയാണ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം എന്നിവയാണ് രണ്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ. 13ാം ഗ്രൂപ്പ് മൂലകം അറിയപ്പെടുന്ന ബോറോൺ കുടുംബം എന്ന പേരിലാണ്. അതിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം എന്നിവയാണ്. 14ാം ഗ്രൂപ്പിൻ്റെ പേര് കാർബൺ കുടുംബം എന്നാണ്. അതിൽ ഉൾപ്പെടുന്നത് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്, ഫ്ലെറോവിയം എന്നിവയാണ്. 15ാം ഗ്രൂപ്പ് മൂലകം അറിയപ്പെടുന്നത് നൈട്രജൻ കുടുംബം എന്ന പേരിലാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മിത്ത്, മോസ്കോവിയം എന്നിവയാണ് അതിലുൾപ്പെടുന്ന മൂലകങ്ങൾ. 16ാം ഗ്രൂപ്പിൻ്റെ പേര് ഓക്സിജൻ കുടുംബം എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നത് 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. അതിലുൾപ്പെടുന്നത് ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം, പോളോണിയം, ലിവർമോറിയം എന്നിവയാണ്. 17ാം ഗ്രൂപ്പാണ് ഹാലോജനുകൾ. 17ാം ഗ്രൂപ്പ് മൂലകം അറിയപ്പെടുന്ന ഹാലോജനുകൾ എന്നാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസറ്റാറ്റിൻ, ടെന്നിസൈൻ എന്നിവയാണ് അതിലുൾപ്പെടുന്ന മൂലകങ്ങൾ. 18ാം ഗ്രൂപ്പ് അലസവാതകങ്ങളാണ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഒഗാനസോൺ എന്നിവയാണ് 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ. ഇനി മൂലകങ്ങളും അവയുടെ അറ്റോമിക നമ്പരും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യമാണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കാൽസ്യം. എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യമാണ്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലുമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ്. വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? അലുമിനിയമാണ്. വൈദ്യുത കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ലോഹം അലുമിനിയമാണ്.
കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണ്? അലുമിനിയം. കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ലോഹം അലുമിനിയമാണ്. കറുത്തീയം എന്നറിയപ്പെടുന്നത് ലെഡാണ്. വെളുത്തീയം എന്നറിയപ്പെടുന്നത് ടിന്നുമാണ്. കറുത്തീയം എന്നറിയപ്പെടുന്നത് ലെഡും വെളുത്തീയം എന്നറിയപ്പെടുന്നത് ടിന്നുമാണ്. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥം ഏതാണ്? ലെഡ്. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥം ലെഡാണ്. മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ഏതാണ്? ലെഡ്. മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ലെഡാണ്. ലെഡിൻ്റെ വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? വൃക്ക. ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം വൃക്കയാണ്. ലേസർ രശ്മികൾ കടത്തിവിടാത്ത ലോഹം ഏതാണ്? ലെഡ്. ലേസർ രശ്മികൾ കടത്തിവിടാത്ത ലോഹം ലെഡാണ്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളുന്ന ലോഹം ഏതാണ്? ലെഡ്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളുന്ന ലോഹം ലെഡാണ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ലെഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡാണ്. ഭാവിയുടെ ലോകം, അത്ഭുത ലോകം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏത് ലോഹമാണ്? ടൈറ്റാനിയം. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോട്ടോപ്പുകളുള്ള മൂലകം ഏതാണ്? ടിൻ. ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോട്ടോപ്പുകളുള്ള മൂലകം ടിന്നാണ്. ടിന്നിന് 10 ഐസോട്ടോപ്പുകളാണ് ഉള്ളത്. ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയം. ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം ടൈറ്റാനിയമാണ്. വിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയം. വിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയമാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പാണ്. നാഗം എന്നറിയപ്പെടുന്നത് സിങ്കാണ്. നാഗം എന്നറിയപ്പെടുന്നത് എന്താണ്? സിങ്കാണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്കാണ്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏതാണ്? മെർക്കുറി. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി. കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം ഏതാണ്? ഗാലിയം. കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം ഗാലിയമാണ്. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള ലോഹം ഏതാണ്? മെർക്കുറി. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള ലോഹം മെർക്കുറിയാണ്. കുലീന ലോഹങ്ങൾ ഏതെല്ലാമാണ്? സ്വർണം, വെള്ളി, പ്ലാറ്റിനം. കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ്. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. പഞ്ചലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ചെമ്പ്, ഈയം, വെള്ളി, ഇരുമ്പ്, സ്വർണം എന്നിവയാണ്. പഞ്ചലോഹങ്ങൾ എന്നറിയപ്പെടുന്ന 5 ലോഹങ്ങൾ ഏതൊക്കെയാണ്? ചെമ്പ്, ഈയം, വെള്ളി, ഇരുമ്പ്, സ്വർണം എന്നിവയാണ്. പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹം ഏതാണ്? ചെമ്പ്. പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ അതിൻ്റെ 80% ചെമ്പായിരിക്കും. ഇപ്പോൾ പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹം ചെമ്പാണ്. ഏറ്റവും നല്ല വൈദ്യുത ചാലകവും താപചാലകവുമായ ലോഹം ഏതാണ്? വെള്ളി. വൈദ്യുതിയെയും താപത്തെയും ഏറ്റവും നന്നായി കടത്തിവിടുന്ന ചാലകം വെള്ളിയാണ്. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ്. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ്. ഏറ്റവും സങ്കീർണമായ സ്വാഭാവിക മൂലകം ഏതാണ്? യുറേനിയം. ഏറ്റവും സങ്കീർണമായ സ്വാഭാവിക മൂലകമാണ് യുറേനിയം. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235 ആണ്. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235 ആണ്. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം ഏതാണ്? അയഡിൻ. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിനാണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിനും ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹം ഹൈഡ്രജനുമാണ്.
ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഹൈഡ്രജനാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ്? യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ലോഹങ്ങൾ യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം എന്നിവയാണ്. അറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകം ഏതാണ്? യുറേനിയം. അറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകം യുറേനിയമാണ്. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ്? സ്വർണം, വെള്ളി, പ്ലാറ്റിനം. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങൾ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ്. സ്വർണത്തേക്കാൾ വില കൂടിയ ലോഹം ഏതാണ്? പ്ലാറ്റിനം. സ്വർണത്തേക്കാൾ വില കൂടിയ ലോഹമാണ് പ്ലാറ്റിനം. ജലത്തിൻ്റെയോ ആവിയുടെയോ സമ്പർക്കത്തിൽ മാറ്റമുണ്ടാകുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. ജലത്തിൻ്റെയോ ആവിയുടെയോ സമ്പർക്കത്തിൽ മാറ്റമുണ്ടാകുന്ന ലോഹമാണ് ഇരുമ്പ്. പ്രകൃതിയിൽ ഒരിക്കലും ശുദ്ധരൂപത്തിൽ കാണപ്പെടാത്ത ലോഹം ഏതാണ്? ഇരുമ്പാണ്. പ്രകൃതിയിൽ ഒരിക്കലും ശുദ്ധരൂപത്തിൽ കാണപ്പെടാത്ത ലോഹം ഇരുമ്പാണ്. സീഡികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അലുമിനിയമാണ്. സീഡികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ്. അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതിയാൻ ഉപയോഗിക്കുന്ന ലോഹവും അലുമിനിയമാണ്. വെടിമരുന്ന് കത്തുമ്പോൾ മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്നത് എന്താണ്? സോഡിയം. വെടിമരുന്ന് കത്തുമ്പോൾ മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്നത് സോഡിയമാണ്. ഓറഞ്ച് നിറം ലഭിക്കാനായി ചേർക്കുന്നത് എന്താണ്? കാൽസ്യമാണ്. വെടിമരുന്ന് കത്തുമ്പോൾ ഓറഞ്ച് നിറം ലഭിക്കാനായി ചേർക്കുന്നത് കാൽസ്യമാണ്. വെടിമരുന്ന് കത്തുമ്പോൾ ചുവപ്പ് നിറം ലഭിക്കാനായി ചേർക്കുന്നത് സ്ട്രോൺഷ്യമാണ്. വെടിമരുന്ന് കത്തുമ്പോൾ ചുവപ്പ് നിറം ലഭിക്കാനായി ചേർക്കുന്നത് എന്താണ്? സ്ട്രോൺഷ്യമാണ്. വെടിമരുന്ന് കത്തുമ്പോൾ പച്ച നിറം ലഭിക്കാനായി ചേർക്കുന്നത് എന്താണ്? ബേരിയം. വെടിമരുന്ന് കത്തുമ്പോൾ പച്ചനിറം ലഭിക്കാനായി ചേർക്കുന്നത് ബേരിയമാണ്. അസാധാരണ ലോഹം, ക്വിക്ക് സിൽവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മെർക്കുറിയാണ്. അസാധാരണ ലോഹം, ക്വിക്ക് സിൽവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ലിറ്റിൽ സിൽവർ, വൈറ്റ് ഗോൾഡ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. ലിറ്റിൽ സിൽവർ, വൈറ്റ് ഗോൾഡ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം ഏതാണ്? ബ്രോമിൻ. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം ബ്രോമിനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷ വായുവിൻ്റെ 78% നൈട്രജനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം നൈട്രജൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജനാണ്. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജനാണ്. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? സൾഫർ. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫറാണ്. ഗന്ധകം എന്നറിയപ്പെടുന്നത് സൾഫറാണ്. ഗന്ധകം എന്നറിയപ്പെടുന്നത് എന്താണ്? സൾഫറാണ്. കാർബണിൻ്റെ വിവിധ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫീൻ, അമോർഫസ് കാർബൺ. കാർബണിൻ്റെ വിവിധ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫീൻ, അമോർഫസ് കാർബൺ എന്നിവ. ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണ്? കാർബണും ഹൈഡ്രജനും. ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ കാർബണും ഹൈഡ്രജനുമാണ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം ഏതാണ്? യൂറിയ. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം യൂറിയയാണ്. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? ഫോസ്ഫറസ്. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിൻ്റെ വിവിധ രൂപാന്തരങ്ങളാണ് വെളുത്ത ഫോസ്ഫറസ്, ചുവന്ന ഫോസ്ഫറസ്, കറുത്ത ഫോസ്ഫറസ് എന്നിവ. ഫോസ്ഫറസിൻ്റെ വിവിധ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? വെളുത്ത ഫോസ്ഫറസ്, ചുവന്ന ഫോസ്ഫറസ്, കറുത്ത ഫോസ്ഫറസ്. തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഏതാണ്? ചുവന്ന ഫോസ്ഫറസ് ആണ്. തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസ് ആണ്. ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ള ഫോസ്ഫറസ് ഏതാണ്?
വെളുത്ത ഫോസ്ഫറസ് ആണ്. ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ള ഫോസ്ഫറസ് വെളുത്ത ഫോസ്ഫറസ് ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോജൻ ഏതാണ്? ഫ്ലൂറിൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോജൻ ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ ആണ്. ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ. ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഫ്ലൂറിൻ ആണ്. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലജൻ ഏതാണ്? അസ്റ്റാറ്റിൻ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലജൻ അസ്റ്റാറ്റിൻ ആണ്. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജൻ ഏതാണ്? ബ്രോമിൻ. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജൻ ബ്രോമിൻ ആണ്. ആദ്യമായി കണ്ടെത്തിയ ഹാലജൻ ഏതാണ്? ക്ലോറിൻ. ആദ്യമായി കണ്ടെത്തിയ ഹാലജൻ ക്ലോറിൻ ആണ്. പേപ്പർ നിർമ്മാണത്തിന് ബ്ലീച്ചായി ഉപയോഗിക്കുന്ന ഹാലജൻ ഏതാണ്? ക്ലോറിൻ. പേപ്പർ നിർമ്മാണത്തിന് ബ്ലീച്ചായി ഉപയോഗിക്കുന്ന ഹാലജൻ ക്ലോറിൻ ആണ്. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതക മൂലകം ഏതാണ്? ക്ലോറിൻ. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതക മൂലകം ക്ലോറിൻ ആണ്. സൂപ്പർ ഹാലജൻ എന്നറിയപ്പെടുന്നത് ഫ്ലൂറിൻ ആണ്. സൂപ്പർ ഹാലജൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഫ്ലൂറിൻ ആണ്. സോളിഡ് ഹാലജൻ എന്നറിയപ്പെടുന്നതോ? അയഡിൻ. സോളിഡ് ഹാലജൻ എന്നറിയപ്പെടുന്നത് അയഡിൻ ആണ്. സിന്തറ്റിക് ഹാലജൻ എന്നറിയപ്പെടുന്നത് അസ്റ്റാറ്റിൻ ആണ്. സിന്തറ്റിക് ഹാലജൻ എന്നറിയപ്പെടുന്നത് അസ്റ്റാറ്റിൻ ആണ്. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ഏതാണ്? ക്ലോറിൻ. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ക്ലോറിൻ ആണ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടിയ അളവിലുള്ള മൂലകം ഏതാണ്? ക്ലോറിൻ. സമുദ്രജലത്തിൽ ഏറ്റവും കൂടിയ അളവിലുള്ള മൂലകം ക്ലോറിൻ ആണ്. കടൽപ്പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? അയഡിൻ. കടൽപ്പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയഡിൻ ആണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മൂലകം ഏതാണ്? അയഡിൻ ആണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മൂലകം അയഡിൻ ആണ്. അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഒഗാനസോൺ എന്നിവയാണ്. അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഒഗാനസോൺ എന്നിവയാണ്. പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന അലസവാതകം ഏതാണ്? നിയോൺ. പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന അലസവാതകം നിയോൺ ആണ്. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? നിയോൺ ആണ്. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം നിയോൺ ആണ്. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏതാണ്? റെഡോൺ. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം റെഡോൺ ആണ്. റേഡിയോ ആക്റ്റീവ് വാതക മൂലകം ഏതാണ്? റെഡോൺ. റേഡിയോ ആക്റ്റീവ് വാതക മൂലകം റെഡോൺ ആണ്. ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ആർഗൺ. ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗൺ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണ്? ആർഗൺ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ആർഗൺ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ്? ഹീലിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, ഒന്നാം സ്ഥാനത്തുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം. ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകം ഏതാണ്? ഹീലിയം. ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകം ഹീലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഏതാണ്? ഹീലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഹീലിയമാണ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? ഹീലിയം. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഹീലിയമാണ്. ഒന്നാമത്തെ വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകം ഏതാണ്? ഹീലിയം. ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകം ഹീലിയമാണ്. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഏതാണ്? ഹീലിയം. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഹീലിയമാണ്. സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന വാതകം ഏതാണ്? ഹീലിയം. സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന വാതകം ഹീലിയമാണ്.
കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ഹീലിയം. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹീലിയമാണ്. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ ഹീലിയം വാതകം നിറയ്ക്കാനുള്ള കാരണം എന്താണ്? എളുപ്പം തീ പിടിക്കാത്തതിനാൽ. ഹീലിയം വാതകം എളുപ്പം തീ പിടിക്കാത്തതിനാലാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ ഈ ഹീലിയം വാതകം നിറയ്ക്കുന്നത്. മറഞ്ഞിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ക്രിപ്റ്റോൺ ആണ്. മറഞ്ഞിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ക്രിപ്റ്റോൺ ആണ്. ശക്തിയേറിയ വാതകം എന്നറിയപ്പെടുന്നതോ? സെനോൺ. ശക്തിയേറിയ വാതകം എന്നറിയപ്പെടുന്നത് സെനോൺ ആണ്. പ്രധാന ഉപലോഹങ്ങൾ ഏതെല്ലാമാണ്? ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം, പൊളോണിയം. പ്രധാന ഉപലോഹങ്ങളാണ് ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം, പൊളോണിയം എന്നിവ. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഉപലോഹം ഏതാണ്? ടെലൂറിയം. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഉപലോഹമാണ് ടെലൂറിയം. ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? സിലിക്കൺ. ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം സിലിക്കൺ ആണ്. അപ്പോൾ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, രണ്ടാം സ്ഥാനമാണ് സിലിക്കൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം ഏതാണ്? സിലിക്കൺ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം സിലിക്കൺ ആണ്. IC ചിപ്പുകളുടെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സിലിക്കൺ. IC ചിപ്പുകളുടെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ ആണ്. അർദ്ധചാലകങ്ങളായി ഉപയോഗിക്കുന്ന പ്രധാന ഉപലോഹങ്ങൾ ഏതൊക്കെയാണ്? സിലിക്കണും ജെർമേനിയവും. അർദ്ധചാലകങ്ങളായി ഉപയോഗിക്കുന്ന പ്രധാന ഉപലോഹങ്ങൾ സിലിക്കണും ജെർമേനിയവുമാണ്. ട്രാൻസിസ്റ്റർ, സൗരസെൽ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? സിലിക്കണും ജെർമേനിയവും. ട്രാൻസിസ്റ്റർ, സൗരസെൽ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ സിലിക്കണും ജെർമേനിയവുമാണ്. അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചതാരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജന് ആ പേര് നൽകിയതാരാണ്? ലാവോസിയെ. ഹൈഡ്രജന് ആ പേര് നൽകിയത് ലാവോസിയെയാണ്. എല്ലാ ആസിഡുകളിലുമുള്ള പൊതു ഘടകം ഏതാണ്? ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലുമുള്ള പൊതു ഘടകം ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിലും സൂര്യനിലും ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. പ്രപഞ്ചത്തിലും സൂര്യനിലും ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഏതാണ്? ഹൈഡ്രജൻ ആറ്റം. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഹൈഡ്രജൻ ആറ്റമാണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ്. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകം ഹൈഡ്രജനാണ്. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഹൈഡ്രജനാണ്. ജലവും പൊട്ടാസ്യവുമായുള്ള പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ജലവും പൊട്ടാസ്യവുമായുള്ള പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജനാണ്.
ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണുള്ളത്. ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പുകൾ ഏതെല്ലാമാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവ. സുലഭമായി കാണപ്പെടുന്നതും ന്യൂട്രോൺ ഇല്ലാത്തതുമായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? പ്രോട്ടിയമാണ്. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് പ്രോട്ടിയമാണ്. അതുപോലെ ന്യൂട്രോൺ ഇല്ലാത്തതുമായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് പ്രോട്ടിയമാണ്. ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? ഡ്യൂട്ടീരിയവും ട്രിഷിയവും. ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് ഡ്യൂട്ടീരിയവും ട്രിഷിയവും. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പ് ഏതാണ്? ട്രിഷിയം. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പാണ് ട്രിഷിയം. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയമാണ്. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയമാണ്. 2 ന്യൂട്രോണുകളുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? ട്രിഷിയം. 2 ന്യൂട്രോണുകളുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ട്രിഷിയമാണ്. ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? ഹെയ്സൺബർഗ് ആണ്. ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ഹെയ്സൺബർഗ് ആണ്. ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? ഓർത്തോ ഹൈഡ്രജനും പാരാഹൈഡ്രജനും. ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങളാണ് ഓർത്തോ ഹൈഡ്രജനും പാരാഹൈഡ്രജനും. ബ്ലീച്ചിങ് ഏജൻ്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ബ്ലീച്ചിങ് ഏജൻ്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാൻ കാരണം എന്താണ്? സ്ഫോടന സാധ്യത ഉള്ളതിനാൽ. സ്ഫോടന സാധ്യത ഉള്ളതുകൊണ്ടാണ് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാത്തത്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം. ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തം ഏതാണ്? ഘനജലമാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നത് ഘനജലമാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നത് ഘനജലമാണ്. ജലത്തിൻ്റെ രാസനാമം എന്താണ്? ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് അഥവാ H2O. ജലത്തിൻ്റെ രാസനാമം ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്നാണ്, അല്ലെങ്കിൽ H2O എന്നാണ് അതിൻ്റെ രാസനാമം. ഘനജലത്തിൻ്റെ രാസനാമം എന്താണ്? ഡ്യൂട്ടീരിയം ഓക്സൈഡ് അഥവാ D2O. ഘനജലത്തിൻ്റെ രാസനാമമാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ് അഥവാ D2O. ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ്. ജീവവായു എന്നറിയപ്പെടുന്നത് എന്താണ്? ഓക്സിജനാണ്. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ്. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്ലി ആണ്. ഓക്സിജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയ. ഓക്സിജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയയാണ്. സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? ഓക്സിജൻ. സസ്യങ്ങളിലെ ശ്വസനവാതകം ഓക്സിജനാണ്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. ഓക്സിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നത്. ഓക്സിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നത് എന്നാണ്. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? ആംശിക സ്വേദനം. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ആംശിക സ്വേദനം. റോക്കറ്റിൽ ഓക്സിഡൈസറായി ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ദ്രാവക ഓക്സിജൻ. റോക്കറ്റിൽ ഓക്സിഡൈസറായി ഉപയോഗിക്കുന്ന മൂലകം ദ്രാവക ഓക്സിജനാണ്. അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 21%. അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ്റെ അളവ് 21%. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ.
മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജനാണ്. ശുദ്ധജലത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 89%. ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവ് 89%. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഓക്സിജൻ്റെയും ഹീലിയത്തിൻ്റെയും മിശ്രിതമാണ്. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൽ ഉപയോഗിക്കുന്നത് ഓക്സിജൻ്റെയും ഹീലിയത്തിൻ്റെയും മിശ്രിതമാണ്. ഓക്സിജൻ്റെ രൂപാന്തരമാണ് ഓസോൺ. ഓക്സിജൻ്റെ രൂപാന്തരമാണ് ഓസോൺ. ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3. ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 3 ആണ്. നിറം, മണം, രുചി എന്നിവയില്ലാത്ത വാതകം ഏതാണ്? ഓക്സിജൻ. നിറം, മണം, രുചി എന്നിവയില്ലാത്ത വാതകം ഓക്സിജനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജനാണ്. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. അന്താരാഷ്ട്ര ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. ഓസോണിൻ്റെ നിറം എന്താണ്? ഇളം നീല. ഓസോണിൻ്റെ നിറം ഇളം നീല നിറമാണ്. അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് 0.0001%. അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് 0.0001%. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങളും ഓസോണുമാണ്. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങളും ഓസോണുമാണ്. കാർബൺ സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർബണിക രസതന്ത്രം അഥവാ ഓർഗാനിക് കെമിസ്ട്രി. കാർബൺ സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർബണിക രസതന്ത്രം അഥവാ ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് സംയുക്തങ്ങളുടെ പൊതുഘടകം എന്താണ്? കാർബൺ. ഓർഗാനിക് സംയുക്തങ്ങളുടെ പൊതുഘടകം കാർബണാണ്.